ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലു വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ വന്ന OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ OTT റൈറ്റ്സുകൾ സ്വന്തമാക്കിയിട്ടുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്ഷയ് രാധാകൃഷ്ണൻ, TJ രവി, ഇർഷാദ്, പ്രശാന്ത് മുരളി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്ന് പറയുന്ന ചിത്രം. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരുന്നത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡബിൾ സ്മാർട്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റാം പൊതിനേനി, അതുപോലെ തന്നെ സഞ്ജയ് ദത്ത്, കാവ്യ തബാർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഡബിൾ സ്മാർട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 15 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അത്ര ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പവി കെയർടേക്കർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പവി കെയർടേക്കറിന്റെ OTT റിലീസ് എന്താണെന്നുള്ളത്. നമ്മുടെ ദിലീപേട്ടൻ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒപ്പം തന്നെ രാധിക ശരത്കുമാർ, ജോണി ആന്റണി, അതുപോലെ തന്നെ ധർമ്മജൻ ബോൾക്കാട്ടി എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ച് വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പവി കെയർടേക്കർ എന്ന് പറയുന്നത്. ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു പവി കെയർടേക്കർ എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ടൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു പവി കെയർടേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി നമ്മുടെ മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അഡിയോ അമിഗോസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ജിനു ജോസഫ്, ഗണപതി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിധത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു അഡിയോ അമിഗോസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു അഡിയോ അമിഗോസ് എന്ന് പറയുന്നത്. ഒരു കോമഡി ഫുള്ളി പാക്കഡ് കോമഡി എന്റർടൈൻമെന്റ് വിധത്തിലെടുത്താവുന്ന ചിത്രമാണ് അഡിയോ അമിഗോസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നകുൽ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒപ്പം തന്നെ KS രവികുമാർ, മൻസൂർ അലിഖാൻ, അതുപോലെ തന്നെ ആനന്ദരാജ് എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുന്ന ചിത്രമായിരുന്നു വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി ആഹാ തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സിംബ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജഗപതി ബാബു, അൻസിയ ഭരദ്രാജ്, അനീഷ് കുരുവിള എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു മാസ് ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു സിംബ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട വിജയമൊക്കെ നേടിയെടുത്തില്ല, കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു സിംബ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആഹാ പ്രൈമാണ്. ഈ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി ആഹാ വീഡിയോസിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നിന്ദ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരുൺ സതീഷ്, അതുപോലെ തന്നെ ടെക്ന ബാലറാണി, അതുപോലെ തന്നെ ചക്രപതി ശേഖർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു നിന്ദ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ടൊരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു നിന്ദ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ETV വിന്നാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി ETV വിന്നിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ETVന്റെ OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലക്ഷ്യ, രാഘവ് ജുവറൽ, അതുപോലെ തന്നെ ആശിഷ് വിദ്യാർത്ഥി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു കിൽ എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചിത്രം ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആമസോൺ പ്രൈമിലൂടെ ചിത്രം ലീക്കഡായി ടെലിഗ്രാമിലൂടെ സ്പ്രെഡായി ചിത്രത്തിന്റെ
വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മറ്റുള്ള ഭാഷയിൽ ഉണ്ടോ എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്ന ഒരു വെബ് സീരീസ് ആണ് കോൾ മീ ബേ എന്ന് പറയുന്നത്. അനന്യ പാണ്ഡ്യ കേന്ദ്രദാത്രയായിട്ട് അഭിനയിച്ചുള്ള ഒരു വെബ് സീരീസ് ആണ് കോൾ മീ ബേ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി ഈ ഒരു വെബ് സീരീസ് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ഏതൊക്കെ ഭാഷ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. താനവ് 2 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ മനോ വിജയ്, അർബാസ് ഖാൻ, രജിത് കപൂർ എന്നിവർ കേന്ദ്രദാത്രയായിട്ട് അഭിനയിച്ചുള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് താനവ് 2 എന്ന് പറയുന്നത്. 12 പാർട്ടായിട്ട് ഇറങ്ങുന്ന ഒരു വെബ് സീരീസ് ആണ് താനവ് 2 എന്ന് പറയുന്നത്. താനവ് എന്ന് ഫസ്റ്റ് പാർട്ടിന് കിട്ടിയ ഒരു സ്വീകാര്യതയ്ക്ക് ശേഷം സെക്കൻഡ് പാർട്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി സോണി ലെവലിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഹിന്ദി ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മറ്റുള്ള ഭാഷയുടെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലവൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ കേന്ദ്രദാത്രയായിട്ട് അഭിനയിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു തലവൻ എന്ന് പറയുന്നത്. ഏകദേശം ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു തലവൻ എന്ന് പറയുന്നത്. സൈലന്റ് ആയിട്ട് വന്ന് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു മാസ് എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു. പേഴ്സണലി ഈ ചിത്രം തിയേറ്ററിൽ കണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് സൃഷ്ടിച്ചതാണ്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ സോണി ലിവ് സ്വന്തമാക്കിയിട്ടായിരുന്നു. ചിത്രം ഈ വരുന്ന ഓണം നാളുകളിലായിട്ടുള്ള സെപ്റ്റംബർ മാസം 10-ാം തീയതി സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഗോലിസോഡ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഒരുപാട് പുതുമുഖങ്ങൾ കേന്ദ്രദാത്രയായിട്ട് അഭിനയിച്ചുള്ള ഒരു വെബ് സീരീസ് ആണ് ഗോലിസോഡ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്രദാത്രയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി ചിത്രത്തിന്റെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിലും ആമസോൺ പ്രൈമിനുള്ള ഭാഗത്തുനിന്ന് ഒരുപാട് സർപ്രൈസ് റിലീസുകളൊക്കെ വരുന്ന കാരണം ചിലപ്പോൾ ചിത്രം നാളെ റിലീസ് ചെയ്താന്ന് പറയാം. അല്ലെങ്കിൽ മേ ബി ഓണം പ്രീമിയർ ആയിട്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതിയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാള ഭാഷയിൽ തന്നെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തങ്കലാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചിയാൻ വിക്രം, മാളവിക മേനോൻ എന്നിവർ കേന്ദ്രദാത്രയായിട്ട് അഭിനയിച്ച് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു തങ്കലാൻ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ മിക്സഡ് ആയിട്ടുള്ളൊരു റിവ്യൂ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു തങ്കലാൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതിയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആഴ്ചയിലോ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ആയിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാഴ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു വാഴ എന്ന് പറയുന്നത്. നമ്മുടെ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അതുപോലെ തന്നെ കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, അതുപോലെ തന്നെ നമ്മുടെ സാഫ് ബ്രോ എന്നിവർ കേന്ദ്രദാത്രയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിധത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു വാഴ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും